നമസ്കാരം. നിങ്ങൾ ജർമ്മനിയിലേക്ക് വരാനിരിക്കുന്നവരാണോ? അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് വരാനിരിക്കുന്നവരാണോ? അല്ലെങ്കിൽ ഇവിടെ ഓൾറെഡി വന്നു പഠിക്കുന്നവരോ അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്നവരോ ഒക്കെയാണോ? എങ്കിൽ നിർബന്ധമായും ഈ വിഷയത്തെക്കുറിച്ച് ഒരു പ്രാഥമികമായ അറിവെങ്കിലും നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ ചെറിയ ലളിതമായ തെറ്റുകൾ കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് നിയമപ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അതല്ലെങ്കിൽ ഡിപ്പോർട്ട് ചെയ്യാൻ പോലും, കയറ്റി വിടാൻ പോലും പര്യാപ്തമായ തരത്തിലുള്ള വളരെ കർശനമായ നിയമങ്ങളാണ് യഥാർത്ഥത്തിൽ ജർമ്മനിയിൽ ആൻറ്റിസെമിറ്റിസം പ്രവർത്തിച്ചാൽ, ഏതെങ്കിലും തരത്തിൽ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലുണ്ടാകുന്ന ശിക്ഷ. അതുകൊണ്ട് തീർച്ചയായിട്ടും ആൻറ്റിസെമിറ്റിസത്തെക്കുറിച്ച് ഉള്ള ഈ വീഡിയോ പരമാവധി പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആരെങ്കിലും യൂറോപ്പിലേക്കോ ജർമ്മനിയിലേക്കോ ഒക്കെ പോകാനൊക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഉപകാരപ്പെടട്ടെ. ഇതുവരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഇനിയും തുടർന്നും കമൻ്റായിട്ടൊക്കെ അറിയിക്കുക. നേരെ വീഡിയോയിലേക്ക്. എന്താണ് ആൻറ്റിസെമിറ്റിസം? അപ്പോൾ ആൻറ്റിസെമിറ്റിസം എന്ന് പറയുന്നത് വേണമെങ്കിൽ മലയാളത്തിലൊരു വളരെ ചുരുക്കത്തിൽ വേണമെങ്കിൽ ജൂതവിരോധം എന്ന് പറയാം. പക്ഷെ അത് കുറച്ചുകൂടി അത്ര ലളിതമല്ല ഈ വിഷയം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ ചരിത്രത്തിലേക്ക് ഒന്ന് നോക്കാം. ശരിക്കും ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ സെപ്റ്റംബർ 11 അറ്റാക്ക് ഓർക്കുന്നുണ്ടാവുമല്ലോ. അമേരിക്കയിലെ സെപ്റ്റംബർ 11 ട്വിൻ ടവറുകൾ വിമാനം കൊണ്ട് ഇടിച്ചിറക്കിയിട്ട് നടത്തുന്ന ആക്രമണം. അന്ന് ആ ആക്രമണത്തിന് ശേഷം കേരളത്തിലിറങ്ങിയ ഒരു ദിനപത്രത്തിൽ അതിൻ്റെ എഡിറ്റോറിയൽ പേജിൽ വന്ന ഒരു ലേഖനം വായിച്ച് വിശ്വസിച്ച ഒരു വിഡ്ഢിയായിരുന്നു ഞാൻ. അപ്പോൾ ആ ലേഖനത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഇങ്ങനെയാണ്: ഈ സെപ്റ്റംബർ 11 ആക്രമണം നടക്കുന്ന ദിവസം ജൂതന്മാരാരും പണിക്ക് പോയില്ലെന്ന്. എവിടുന്ന് കിട്ടിയോ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പൊക്കെ? അപ്പോൾ പിന്നീടാണ് വർഷങ്ങൾ വേണ്ടി വന്നു നമുക്ക് 9/11 കൺസ്പിരസി തിയറികൾ എന്താണെന്ന് മനസ്സിലാക്കാൻ. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇങ്ങനെ അച്ചടിച്ച് വിളമ്പിയ ഈ കള്ളത്തരം 9/11 കൺസ്പിരസി തിയറിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ലോകത്ത് ഇന്ന് വലതുപക്ഷ ഭീകരരും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ കൺസ്പിരസി തിയറികൾ. അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ജൂതന്മാർക്കെതിരെയാണ്. അത് ചരിത്രാതീത കാലം മുതൽക്ക് അവർക്കെതിരെ ഇത്തരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് ജൂതന്മാർ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് അവരുടെ ചോര കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് യൂറോപ്പിൽ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലും ലോകമാസകലം ഉണ്ടായിരുന്ന ഒരു മിത്തും ഒക്കെ കൂട്ടിക്കലർന്നിട്ടുള്ള ഒരു ജൂതന്മാർക്കെതിരെയുള്ള ഒരു ഗൂഢാലോചനയാണിത്. അപ്പം അതിൽ പറയുന്നത് ജൂതരുടെ പ്രധാനപ്പെട്ട ഒരു വിശേഷ ദിവസമായിട്ടുള്ള പാസ് ഓവറിന് അവർ തട്ടിക്കൊണ്ടുപോയ ക്രിസ്ത്യൻ കുട്ടികളുടെ അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളുടെ കുട്ടികളുടെ രക്തമെടുത്തിട്ട് അതിൽ നിന്ന് ബ്രെഡ് ഉണ്ടാക്കിയിട്ട് അവർ തിന്നും എന്നുള്ള ഒരു കഥയാണ്. ഈ കഥ അന്നത്തെ കാലത്തെ ഒരുപാട് ആളുകൾ വിശ്വസിച്ചിരുന്നു. അന്നത്തെ കാലത്ത് മാത്രമൊന്നുമല്ല, ഇന്ന് പോലും ഇത്രയും ടെക്നോളജിയും സയൻസും ഒക്കെ വികസിച്ച നമ്മുടെ ഈ നൂറ്റാണ്ടിൽ പോലും ഇത്തരത്തിലുള്ള കൺസ്പിരസി തിയറികൾ വിശ്വസിക്കുന്നവരുണ്ട് എന്നുള്ളതാണ് അതിലെ വളരെ വേദനാജനകമായ കാര്യം. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ളൊരു കൺസ്പിരസി തിയറിയാണ് യഥാർത്ഥത്തിൽ മലയാളത്തിൽ ഇത്രയും ബുദ്ധിരാക്ഷസന്മാരും ബുദ്ധിജീവികളും എഴുത്തുകാരും ഒക്കെയുള്ള മലയാളത്തിൽ അച്ചടിച്ച് വിളമ്പിയത്. അതിനെതിരെ വളരെ കൃത്യമായി എന്താണ് ആൻറ്റിസെമിറ്റിസം എന്നതിനെ സംബന്ധിച്ച് പോലും
പ്രാഥമികമായ ഒരു ലേഖനം പോലും എഴുതാൻ കേരളത്തിലെ വളരെ ലോകത്തെ മുഴുവൻ വിവരങ്ങളും, ലോകത്ത് നടക്കുന്ന ഏറ്റവും പുതിയ ആധുനികമായ ചിന്തകളും ഒക്കെ അറിയാം, അതൊക്കെ ഞങ്ങൾ വായിച്ചിട്ടുണ്ട് എന്ന് വീമ്പ് പറയുന്ന, എന്ന് നടിക്കുന്ന മലയാളിയുടെ ഒരു സാംസ്കാരിക മാസികകളിലും അല്ലെങ്കിൽ പത്രങ്ങളിലൊന്നും വരാതിരിക്കാനുള്ള കാരണമാണ് പറഞ്ഞത്. അപ്പോൾ അത്ര വലുതാണ് നമ്മുടെ ഇടയിൽ പോലും ഈ ആൻറ്റിസെമിറ്റിസം അത്ര വലുതായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ടേം ആൻറ്റിസെമിറ്റിസം എന്ന് പറയുന്ന ടേം 1879 ജർമ്മൻ ഭാഷയിലാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ജർമ്മൻ പത്രപ്രവർത്തകനാണ് ഇത് ആദ്യമായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പത്രപ്രവർത്തകൻ ഉപയോഗിച്ച ആ വാക്ക് പിന്നീട് ഇംഗ്ലീഷ് ഭാഷയിലേക്ക്, പിന്നീട് ജർമ്മൻ ഭാഷയിൽ നിന്ന് കടമെടുക്കുകയുണ്ടായത്. നമ്മൾ ഇന്നത്തെ നിലയിൽ ഉള്ള ഈ ആൻറ്റിസെമിറ്റിസത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പക്ഷേ 19-ാം നൂറ്റാണ്ടിലെ മധ്യകാല യൂറോപ്പിലാണ് ശരിക്കും ആൻറ്റിസെമിറ്റിസം അതിൻ്റെ ഒരു വളർച്ച, ഒരു വലിയ രീതിയിലുള്ളൊരു വളർച്ചയിലേക്ക് എത്തിച്ചേരുന്നത്. ഗ്രീക്കുകാർക്കും റോമാക്കാർക്കും എല്ലാം അവരുടെയൊക്കെ ഇടയിൽ ജൂതവിരോധം ഉണ്ടായിരുന്നു. പക്ഷേ മധ്യകാല യൂറോപ്പിൽ വരുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ജൂതന്മാർ പിള്ളേരെ കൊന്ന് രക്തം കുടിക്കും എന്ന നിലയിലുള്ള കഥകൾ, അതുപോലെ തന്നെ ഈ കർത്താവിനെ കൊന്നവർ, കർത്താവിനെ കൊന്നു കുരിശിലേറ്റിയവർ എന്നുള്ള ഒരു പേര്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ആ ജൂതവിരോധം വളരെ കാലങ്ങളായിട്ട് അതിങ്ങനെ വളർന്ന് വന്നു. അപ്പം അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. മധ്യകാല യൂറോപ്പിൽ യഥാർത്ഥത്തിൽ ചർച്ച് ആയിരുന്നല്ലോ അതിൻ്റെ പ്രധാന ഒരു അധികാര കേന്ദ്രം. അപ്പോൾ ചർച്ച് ടാക്സ് പിരിക്കുക, ചുങ്കപ്പിരിവ് നടത്തുക, അതുപോലെ തന്നെ പണം കടം കൊടുക്കുക ഇത്യാദി ജോലികളൊക്കെ ചെയ്യാൻ ജൂതന്മാരെ നിർബന്ധിച്ചു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളെ ടാക്സ് പിരിക്കാനൊക്കെ അന്നത്തെ കാലത്ത് ചെറിയ പടിയൊക്കെ എടുത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ അടുത്ത് നിന്ന് ആ ടാക്സും കൂടെ പിരിച്ചിട്ടാണല്ലോ ഈ ഒരു സംവിധാനം പോകുന്നത്. അപ്പോൾ ടാക്സ് പിരിക്കാൻ വരുന്നവരോട്, ചുങ്കം പിരിക്കാൻ വരുന്നവരോട് കൃത്യമായി ഒരു വെറുപ്പ്, അവരോട് ഒരു മിസ്ട്രസ്റ്റ്, അവരോട് ഒരു വിശ്വാസമില്ലായ്മ ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഈ വിശ്വാസമില്ലായ്മയും ഈ വെറുപ്പും യഥാർത്ഥത്തിൽ ജൂതവിരോധത്തിൻ്റെ കാലാകാലങ്ങളായിട്ട് ജൂതവിരോധം വലിയ രീതിയിൽ വളർന്ന് വികസിക്കുന്നതിനും ഒരു കാരണമായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പം ഷേക്സ്പിയർ പോലും ജൂതന്മാരെ വെറുതെ വിട്ടിട്ടില്ല എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പം ഈ രീതിയിലുള്ള ഇവർ ഇങ്ങനെ ടാക്സ് പിരിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് ഗ്രീഡ് ഉള്ളവരാണ്, പണത്തോടുള്ള ആർത്തി. പിന്നെ ലോകം മുഴുവൻ അവർ ഭരിക്കാൻ അവർക്ക് പദ്ധതികളുണ്ട്, അവർക്ക് വേറെ രീതിയിലുള്ള ആചാരങ്ങളുണ്ട്, അവർ കുട്ടികളുടെ രക്തം കുടിക്കും. ഇത്തരത്തിലുള്ള സാധനങ്ങളുടെ വേറൊരു രീതിയിലുള്ള ഒരു സ്റ്റീരിയോടൈപ്പിംഗ് ആണ് യഥാർത്ഥത്തിൽ. ഇപ്പം മർച്ചൻ്റ് ഓഫ് വെനീസ് ഓർക്കുന്നുണ്ടാവുമല്ലോ നിങ്ങൾ, ഷേക്സ്പിയർ എഴുതിയ. അപ്പം അതിൽ പോലും യഥാർത്ഥത്തിലൊരു ജൂതനാണ് വരുന്നത്. അപ്പം ആ രീതിയിൽ കാലാകാലങ്ങളായിട്ട് ജൂതവിരോധം ഇങ്ങനെ വന്നിട്ടാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇതേപോലെ മിഡിൽ ഈസ്റ്റും ഇതിൽ നിന്ന് വ്യത്യാസമല്ല. മതങ്ങൾ, ഇപ്പോൾ ക്രിസ്തു മതത്തിൻ്റെ ആരംഭം മുതൽ ജൂതവിരോധം നിലനിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ ആരംഭം മുതൽ ജൂതവിരോധം ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ പല സൊസൈറ്റികളിലും ജൂതവിരോധം വളരെ കൃത്യമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജൂതവിരോധം കൂടി വന്നിട്ട് 1492 സ്പെയിനിൽ ഇന്ന് ജൂതന്മാരെ ആട്ടിപ്പായിക്കുന്നുണ്ട്. ഒന്നുകിൽ ക്രിസ്ത്യാനിയായി മാറുക, അല്ലെങ്കിൽ ജൂതന്മാർ നാട് വിട്ടു പോവുക എന്ന രീതിയിൽ 1492 അവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ ചേർന്ന് വന്ന് അവസാനം ജർമ്മനിയിലാണ് ഇതിൻ്റെ കലാശക്കൊട്ട്. ഈ കലാശക്കൊട്ടെന്ന് പറയുന്നത് ഞാൻ ജൂതന്മാരോടുള്ള വിരോധത്തിൻ്റെ അതിൻ്റെ ഒരു വലിയ കലാശക്കൊട്ടെന്നാണ് ഞാൻ പറഞ്ഞത്. വേദനാജനകമായിട്ടുള്ള, മനുഷ്യരാശി ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ചരിത്രത്തിലെ ആ വലിയ ഹോളോകോസ്റ്റ് എന്ന് പറയുന്ന ക്രൂരകൃത്യം നടന്നത്. പക്ഷേ ഹോളോകോസ്റ്റൊക്കെ നടക്കുന്നത് അതിങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഹോളോകോസ്റ്റ് ഉണ്ടാകുന്ന അങ്ങനെയല്ല. അതിന് ജർമ്മനിയിൽ നടന്നതെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ ആസൂത്രണം, ഒരു സമൂഹം മുഴുവൻ അത് ഒരു എഴുത്തിലൂടെ, സയൻസ് തിയറികളിലൂടെ ഒക്കെ
ഈ സമൂഹത്തിൻ്റെ ശത്രു യഥാർത്ഥത്തിൽ ജൂതനാണ്, അവനെ കൊന്നുകളയണം. ജൂതന്മാരെയും അതുപോലെ തന്നെ ലൈംഗിക ന്യൂനപക്ഷങ്ങളെയും കമ്മ്യൂണിസ്റ്റുകളെയും അതായത് ഒരു ആര്യൻ അല്ലാത്ത ആളുകളെ മുഴുവൻ, അല്ലെങ്കിൽ ആര്യൻ സമൂഹം, അല്ലെങ്കിൽ ഒരു ആര്യൻ ഭരണകൂടം ഉണ്ടാവുന്നതിന് വിഘാതമായി നിൽക്കുന്ന എല്ലാവരെയും ഇല്ലായ്മ ചെയ്ത് ഒരു ഫൈനൽ സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. അപ്പം ആ രീതിയിൽ സയൻസും എല്ലാം ചേർന്ന് ഇത്രയും 6 മില്യൺ ജൂതന്മാരെ കൂട്ടക്കുരുതി നടത്തിയത് അത് സയൻസിൻ്റെ എല്ലാം അന്ന് സയൻറ്റിസ്റ്റുകൾ ഉണ്ട്, അതുപോലെ തന്നെ എഴുത്തുകാരുണ്ട്. എല്ലാവരും ചേർന്നിട്ടാണ് വളരെ ആസൂത്രിതമായ ഒരു ഭരണകൂടം അതിൻ്റെ എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ട്, എല്ലാ ടൂൾസും ഉപയോഗിച്ചുകൊണ്ട് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തത്. അപ്പം ആ ഒരു ചരിത്രം യഥാർത്ഥത്തിൽ ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം, ജർമ്മനിയുടെ പോസ്റ്റ് വാർ ജർമ്മനിയുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ആൻറ്റിസെമിറ്റിസത്തെ ഒരു തരത്തിലും ഇനി ഈ മനുഷ്യനുള്ളിടത്തോളം, ഈ രാജ്യമുള്ളിടത്തോളം അത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് ജർമ്മനിയിലെ ജർമ്മനിയുടെ ഒരു അസ്തിത്വം, അതിൻ്റെ ഒരു നിലനിൽപ്പ്, രാജ്യത്തിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് ജൂതവിരോധം ഉണ്ടെങ്കിൽ ഒരു തരത്തിലും സീറോ ടോളറൻസ് എന്നാണ് അവരുടെ ഗവൺമെൻറ് വെബ്സൈറ്റുകളിലടക്കം പറയുന്നത്. ഞാൻ അതിൻ്റെ വിവരങ്ങളൊക്കെ താഴെ കൊടുക്കാം. സീറോ ടോളറൻസ് എന്നാണ്. ഒരു ദാക്ഷിണ്യം ഉണ്ടാകത്തില്ല. ജൂതവിരോധം ഏതെങ്കിലും തരത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ ഒരു സീറോ ടോളറൻ്റ് ആയിരിക്കും. അതാണ് ജർമ്മനിയിലെ നിയമം. ജർമ്മനിയിലെ നിയമങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സെക്ഷൻ 1303 ജർമ്മൻ ക്രിമിനൽ കോഡിൽ ഏതെങ്കിലും തരത്തിൽ ഹോളോകോസ്റ്റിനെ ഡിനൈ ചെയ്ത, ഹോളോകോസ്റ്റ് ഡിനൈൽ, നിങ്ങളാരെങ്കിലും നമ്മുടെ നാട്ടിലിപ്പം കുറേ ആളുകളുണ്ടല്ലോ ഹോളോകോസ്റ്റ് നടന്നില്ല എന്ന അടക്കമുള്ള കള്ളത്തരങ്ങൾ തലയ്ക്കകത്തോട്ട് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി വരുന്ന ആളുകൾ നമ്മുടെ നാട്ടിലടക്കമുണ്ട്. അപ്പം മനസ്സിലാക്കേണ്ടത് ഡിനയൽ ഓഫ് ഹോളോകോസ്റ്റ് ഒരു ക്രിമിനൽ ഒഫൻസാണ്. ജയിലിൽ പോയി കിടക്കേണ്ട വരും. മാത്രമല്ല കയറ്റി വിടേണ്ടിയും വരും. രണ്ടാമത്തത് ഇസ്രയേലിൻ്റെ പതനം, നാശം, ഇസ്രയേൽ നശിച്ചു പോകണം, അല്ലെങ്കിൽ അവർ ഇവിടെ യഥാർത്ഥത്തിൽ അതിന് ആ രാജ്യമേ പാടില്ല എന്ന നിലയിൽ എഴുതുകയോ പ്രചരിപ്പിക്കുകയോ സോഷ്യൽ മീഡിയയുടെ അടക്കം ചെയ്താൽ അതും ക്രിമിനൽ കുറ്റമാണ്. അത് പോലീസിനെ നേരിട്ട് കേസെടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഏത് രീതിയിലാണ് അതിൻ്റെ കേസ് വരിക എന്നുള്ളത് കണ്ടറിയുക തന്നെ ചെയ്യണം. ഇപ്പം നിലവിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഉള്ള 3 പേരെയാണ് ഇപ്പോൾ പറഞ്ഞു വിടാൻ വേണ്ടി ജർമ്മൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി ഇത് കൂടുമെന്ന് മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ മറ്റോ ഒക്കെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ജൂതവിരുദ്ധത പ്രചരിപ്പിച്ചാൽ വളരെ 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 മോശം അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതിൽ ഒരു നിമിഷം അതിലെ പ്രധാനപ്പെട്ട, ഇപ്പം ഞാനിപ്പം ഇത്ര നേരം പറഞ്ഞപ്പോൾ ഞാനിവിടുന്നെങ്കിലും എടുത്ത് പറഞ്ഞാൽ ചോദിച്ചു, ഇതാ സീറോ ടോളറൻസ് ആണ് ഇത്. നോക്കിക്കോളൂ, സീറോ ടോളറൻസ് ടോർ സ്റ്റിയറിംഗ് എ ഹേറ്റഡ്. ഒരു തരത്തിലും സമ്മതിക്കില്ല. അതേപോലെ തന്നെ ഇനിയിപ്പം ഇത് ജർമ്മനിയുടെ മാത്രം കാര്യമാണെന്ന് വിചാരിക്കേണ്ട, യൂറോപ്യൻ യൂണിയനിൽ ഇത്രയും രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയനിലെ മാൾട്ട അടക്കമുള്ള രാജ്യങ്ങൾ ഇതിൽ ഒപ്പിട്ടിരിക്കുന്നതാണ്. നാഷണൽ സ്ട്രാറ്റജീസ് ഓൺ കോമ്പാറ്റിംഗ് ആൻറ്റിസെമിറ്റിസം. ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ താഴെ ഇടാം. അപ്പോൾ അത്രയ്ക്കും സീരിയസ് ആയ ഒരു വിഷയമാണ് ഇത് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും വെച്ചത്. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ വേറൊരു കാര്യം കൂട്ടിയിട്ട്, ഇത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അപ്പം ഇതിനകത്ത് ലെഫ്റ്റ് ആൻറ്റിസെമിറ്റിസം കൂടിയുണ്ട്. അപ്പോൾ ഈ സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിൻ്റെ കാലത്തടക്കം നൂറ്റാണ്ടുകളായി തുടർന്നു വന്ന് പല രാജ്യങ്ങളിൽ, ലോകത്തെ പല
പല ഏരിയകളിൽ ആണ് ജൂതവിരോധം വികസിച്ച് വന്നത് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു. അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലെഫ്റ്റിനടക്കം ഇത്തരത്തിലുള്ള ഒരു ആൻറ്റിസെമിറ്റിസം ഉണ്ട്. അപ്പം അത് പല സൊസൈറ്റികളിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ പോർച്ചുഗീസുകാർ വന്ന സമയത്ത്, പോർച്ചുഗീസുകാർ ഗോവ ഭരിക്കുന്ന സമയത്ത് ഗോവയിൽ നിന്ന് അവിടെയുള്ള ജൂതന്മാരെ ആട്ടിപ്പായിക്കുന്നുണ്ട്. അപ്പം എല്ലാ ലോകമാസകലമുള്ളതാണ് ഈ ജൂതവിരോധം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ വന്നത്, അത്രയും പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പല വീഡിയോകളും കേരളത്തിൽ മലയാളത്തിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഈ ലോകത്തെ പ്രമുഖ ബിസിനസ് കമ്പനികൾ ഒക്കെ ഭരിക്കുന്നത് ജൂതന്മാരാണ്, അമേരിക്കയിലെ ബാങ്കിങ് മുഴുവൻ ജൂതന്മാരുടേതാണെന്നുള്ള രീതിയിലുള്ള അടുത്ത കോൺസ്പിരസി തിയറിയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതറിയണമെങ്കിൽ നമ്മൾ ചരിത്രത്തിലേക്കൊന്ന് നോക്കിയാൽ മതി. റോത്ത്ചൈൽഡ് എന്ന് പറയുന്ന വലിയ ഒരു ബിസിനസ് ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റോത്ത്ചൈൽഡ് അവരൊരു ജൂത ബിസിനസ് ഫാമിലിയായിരുന്നു. അവർക്കെതിരെയുള്ള വിരോധമാണ് പിന്നീട് പറഞ്ഞു വന്ന് കുറച്ച് ആളുകൾക്ക്, ജൂതന്മാരായ കുറച്ച് ആളുകൾ ബിസിനസ്സിൽ അഗ്രഗണ്യന്മാരായതുകൊണ്ട് അവർ ചില ബിസിനസ് കാര്യങ്ങളിൽ മുൻപന്തിയിലാണ് എന്ന് വിചാരിച്ച് എല്ലാ ജൂതന്മാരും ബിസിനസ്സിൽ ആണ്, അവർ ലോകം ഭരിക്കാൻ വേണ്ടി അവർക്ക് വേറെന്തോ രീതിയിലുള്ള സംവിധാനമുണ്ട് എന്നൊക്കെയുള്ള രീതിയിലുള്ള കള്ളക്കഥകൾ അടിച്ചു വിടുന്നത്, ഇത് ഇന്നൊന്നും തുടങ്ങിയ പരിപാടിയല്ല, ഇത് നൂറ്റാണ്ടുകളായിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഉള്ള പല രീതിയിലുള്ള സാധനങ്ങൾ ഞാൻ കേരളത്തിൽ നിന്ന് കണ്ടിട്ടുണ്ട്. കുറേ ആളുകൾ കൂട്ടം കൂടിയിരുന്നിട്ട് ഇങ്ങനെ പറയുന്നു, ഇന്ന കമ്പനി ജൂതൻ്റെയാണ്, ഏത് ഷെയർ, പബ്ലിക് ഷെയർ മാർക്കറ്റിലുള്ള ഇഷ്യൂ ചെയ്തിരിക്കുന്ന കമ്പനികളെ കുറിച്ചാണ് ഈ പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ തള്ളുവാണ്. അപ്പം ഇതൊക്കെ കേട്ട് വിശ്വസിച്ച് കാര്യമായ ഗവേഷണമൊന്നും ചെയ്യാതെ ജൂതനാണ് ലോകം ഭരിക്കുന്നത് എന്നൊക്കെ കേട്ട് അതൊക്കെ തലയ്ക്കകത്തിട്ടിട്ട് ജർമ്മനിക്കകത്ത് വന്ന് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പ്രൈവറ്റായിട്ടോ ഒക്കെ സംസാരിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാവും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഹോളോകോസ്റ്റിൻ്റെ സമയമല്ല ഇത് എങ്കിൽ കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്നും നിങ്ങൾ ജർമ്മനിയിലെ ഒരു ജൂത കുട്ടിയാണെങ്കിൽ, നിങ്ങൾ പോകുന്ന സ്കൂളിന് പോലീസ് കാവലിലാണ് ഒരു കുട്ടി പഠിച്ചു വരുന്നത് ജർമ്മനിയിൽ. അത് അത്രയ്ക്കധികം നോർമലൈസ് ചെയ്യപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതത്രയും വളരെ നല്ല കാര്യമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള, അത്രയ്ക്കും വലിയ ചരിത്രമുള്ള, ഇപ്പോഴത്തെ സമീപകാല രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചൊന്നല്ല സംസാരിക്കുന്നത്. ഞാൻ വളരെ കൃത്യമായി നമ്മൾ മലയാളികൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട നിയമമാണ്. നമുക്ക് നിർഭാഗ്യവശാൽ കേരളത്തിൽ ഇതിനെക്കുറിച്ചുള്ള യാതൊരു തരത്തിലുള്ള അവയർനെസ്സും ഇല്ല. ഇനിയെങ്കിലും നമ്മൾ ഇതിനെക്കുറിച്ച് എഴുതാനും സംസാരിക്കാനും അന്വേഷിക്കാനും ഒക്കെ തുടങ്ങണം എന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. എന്തായാലും നിങ്ങൾ ജർമ്മനിയിലോ യൂറോപ്പിലോ ഒക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഈ നിയമങ്ങൾ കർശനമായി പാലിക്കണം. ഒരു ചെറിയ തെറ്റുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാവി പാഴായി പോവും. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആകെ 600 ഉള്ള സബ്സ്ക്രിപ്ഷനേ ഉള്ളൂ. അപ്പം നമ്മുടെ മോണിറ്റൈസേഷനൊന്നും ചാനലൊന്നും ആയിട്ടില്ല. അതൊന്നും അല്ല ലക്ഷ്യം. എങ്കിൽ കൂടി അങ്ങനെയൊക്കെ വന്നാൽ നല്ല കാര്യമാണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.